ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഈ തണുത്തിട്ടുള്ള ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ദാഹവും ക്ഷീണമൊക്കെ ഒറ്റയടിക്ക് പമ്പ കടിക്കുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കക്കരി വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. കക്കരിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് മനസ്സിലാവേ ഇല്ല. നല്ല ടേസ്റ്റാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും അതുപോലെ തന്നെ നല്ല ദാഹിച്ച് നല്ല ക്ഷീണിച്ചിരിക്കുന്ന സമയത്തായാലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കക്കരി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കക്കരി എന്നാണ് കേട്ടോ പറയാറ്. പല നാട്ടിലും പല പേരുമാണ് പറയാറുള്ളത്. അപ്പോൾ ചെറിയ കക്കരിയാണെങ്കിൽ ഒരു 2-3 എടുക്കാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കക്കരി നിൽക്കുന്ന ആ ഒരു ഒപ്പം പാലും നല്ല തണുത്ത പാലും ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാലായാൽ ഒന്നും കൂടെ നല്ലതാണ്. ഇനി അഥവാ തണുത്ത പാലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് പാലിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കക്കരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കക്കരി പാലും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെറുതെ കാണാൻ ഗ്ലാസ്സിനൊരു ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് ഗ്ലാസിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞാൽ ഇതിൽ കക്കരി ചേർത്തിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാവേ ഇല്ല. നല്ല ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുകയും ചെയ്യും. പിന്നെ നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസം കൂടിയാണ്. ഇനി ഒരു ജ്യൂസിൽ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് പേരിനിട്ട് കൊടുത്താൽ മതിയാവും. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് നന്നായിട്ട് തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് അനാറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏതായാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ ആപ്പിളൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ആപ്പിൾ ഇടയ്ക്ക് കടിക്കും കൂടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ജ്യൂസ് അരിക്കണം എന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ അരിക്കുക. പ്രത്യേകിച്ച് വേസ്റ്റൊന്നും ഇതിലുണ്ടാവില്ല. കുറച്ചൊരു കട്ടി കുറക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജ്യൂസ് അരിച്ചിട്ടും സെർവ് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതും പേരിന് ചേർത്ത് കൊടുക്കാം. എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടിപൊളി നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.